വാത്സല്യം തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങിയവന് മഅറൂഫ് എന്ന് പറയും. മഅറൂഫിനെയാണ് സിംഹം പിടിക്കാതിരിക്കുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുസ്തഫന്റെ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇത് പറയാൻ കാരണം ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം വളരണം, അല്ലെങ്കിൽ ഈമാൻ നിലനിൽക്കൂല. ഇപ്പോൾ ഭൗതിക വിദ്യാർത്ഥികളുടെ അടുത്തൊക്കെ കിട്ടിയിട്ടുള്ള പുതിയൊരു സാധനമുണ്ട്, യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു സാധനം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. അപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു പെണ്ണ്. നബി തങ്ങളെ കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഒരു ആട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നബി തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, എന്നാൽ അവൾക്ക് ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു. ഈ സംഭവം ഇത് പുതിയൊരു സംഭവമാണ്. ഒരിക്കലൊരു ഈത്തപ്പനത്തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരു ആട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ, കട്ടിൽ പങ്കിടാൻ, രാത്രി ശയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് പറഞ്ഞേക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അടച്ചോനെ, എന്തെങ്കിലും പറ്റിയെന്നാവട്ടെ, ഒരു ഈത്തപ്പനത്തോട്ടത്തിലൊരു പെണ്ണ്, അതിൻ്റെ അടുത്തേക്ക് നബി ചെന്നിക്കുക എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടും തോന്നുക. ഇങ്ങനെ ഒരു വിവരം ഒരാളുടെ കൈവശത്തിൽ എത്തിച്ചേർന്നാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഹദീസ് എവിടെയുള്ളത് നോക്കണം, ഈ സംഭവം എവിടെയുള്ളതെന്ന് പരിശോധിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെയുള്ള മറ്റ് ഹദീസുകൾ പരിശോധിക്കണം. എന്നിട്ട് ഈ ഹദീസിന് മുൻഗാമികൾ നൽകിയിട്ടുള്ള വിശദീകരണം എന്താണ് എന്ന് പരിശോധിക്കണം. ഇതറിയാത്ത ഒരാളെ സംബന്ധിച്ച് പരിശോധിക്കാൻ പോണ്ട, നിങ്ങളിപ്പോൾ ഇനി പരിശോധിക്കണം. കാരണം ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങളോട് പറഞ്ഞല്ലോ. ഹലോ, കുടുങ്ങിയത് എങ്ങനെയാണെന്നറിയപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഏതായാലും പരിശോധിക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അറിയാത്ത ഒരാൾ പരിശോധിക്കണോ? ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം വളർന്നില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുന്നതാണ് ഞാൻ പറയുന്ന ആശയം. ഭൗതിക തലത്തിൽ നിന്ന് ഇങ്ങനെ കുറേ വിവരം കിട്ടുന്നു, മതമൊട്ട് നമ്മൾ പഠിക്കണില്ല. ഇസ്ലാമിൽ ആ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവും, അതെന്താ നമ്മൾ പഠിക്കണില്ലല്ലോ. സംശയം എങ്ങനെ മാറുക? എങ്ങനെ പഠിക്കുക? ആദ്യം ഈ ഹദീസ് എവിടെയാണുള്ളത് നോക്കണം. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വന്നാൽ പരിശോധിക്കണം ഏത് അധ്യായത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് നോക്കണം. ഇത് കൊടുത്തിട്ടുള്ളത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ്. അപ്പോൾ അയിമൻ തന്നെ ഒരു കാര്യം മനസ്സിലാവും, ഇതൊരു ഭാര്യയായിരുന്നു എന്ന് മനസ്സിലാവും. സംഭവം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു. ആ പെണ്ണിൻ്റെ വാപ്പ പെണ്ണിനോട് പറഞ്ഞിരുന്നത്, മദീനയിലെ രാജാവിനെ കൊണ്ട് എന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കട്ടെ, എനിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. മോള് പറഞ്ഞു, രാജാവിനെ കൊണ്ടുള്ള കല്യാണം ഇങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. വാപ്പ വിചാരിച്ച രാജാവ് നബി തങ്ങളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ പെണ്ണും നബിയും കാണാതെ വിവാഹം നടന്നു. നബിയുടെ കൂടെ സഹാബത്തുണ്ട്, പെണ്ണിൻ്റെ കൂടെ ഓളെ കുടുംബമുണ്ട്, സ്ത്രീയുടെ കൂടെ അവരുടെ കുടുംബക്കാർ മൊത്തമുണ്ട്. അതൊരു ഈത്തപ്പനത്തോട്ടത്തിലാണ് ആ ഫംഗ്ഷൻ. ആദ്യമായിട്ട് അവർ കണ്ടുമുട്ടുന്ന പരിപാടി നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബികളുണ്ട്. നബിനെ കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് തോന്നി ഇതൊരു ആട്ടിടയനാണ് എന്ന് തോന്നി, ആടിനെ വെക്കുന്ന ആളാണ് എന്ന് തോന്നി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വാപ്പ എന്നോട് മദീനത്തെ രാജാവിനെ കൊണ്ട് കെട്ടിക്കാന്നാ പറഞ്ഞിരുന്നത്, ഇതൊരു ആടിനെ വെക്കുന്ന ആളാണ്, എനിക്ക് അയാളപ്പം താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഈ വിവരം നബി തങ്ങൾ അറിഞ്ഞപ്പോൾ അവൾക്ക് ഇരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് ത്വലാഖ് ചൊല്ലി പറഞ്ഞയച്ചു എന്നതാണ് സംഭവം. ഇത് ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം പഠിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ ഇൽമിൻ്റെ പരിപാലനം നടക്കാതെ പോകും, ഈമാനില്ലാതെ പോകും. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ മൂന്നാമത്തെ കാര്യം ഇൽമിൻ്റെ പരിപാലനം നടക്കണം. അതിന് ഭൗതിക വിജ്ഞാനവും മതവിജ്ഞാനവും ഒരുപോലെ കൊണ്ടുപോകണം. നാലാമത്തെ കാര്യം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യണം.
മാതാപിതാക്കളുടെ ദുആന്റെ അത്ര മക്കൾക്ക് ഉപകാരം കിട്ടുന്ന വേറൊരു ദുആയും ദുനിയാവിലില്ല എന്നാണ്. മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. ഇനി വേറൊരു ബന്ധമുള്ളത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഭർത്താവും ഭാര്യയും, ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം. അതാണ് ബന്ധങ്ങളിൽ മറ്റൊരു ബന്ധം. ഇന്ന് പൊതുവെ പെൺകുട്ടികളിൽ പ്രത്യേകിച്ചും വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. ആണുങ്ങളെക്കാൾ അപേക്ഷിച്ച് പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരികയാണ് ഇന്നത്തെ കാലത്ത്. എന്താ കാരണം? വിവാഹവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്നത് മനസ്സിലായിട്ടില്ല എന്നതാണ് പ്രശ്നം. ആ മനസ്സിലാവാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ആദ്യത്തെ കല്യാണം ആദം നബിയാണ് നടത്തിയത്. ഹവ്വാ ബീവിയാണ് കല്യാണം കഴിച്ചത്. അത് സ്വർഗത്തിൽ വെച്ചുകൊണ്ടായിരുന്നു. അബൂനാബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ് ആദ്യം കല്യാണം കഴിച്ചത്. അവസാനത്തെ കല്യാണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറിയം ബീവിയെ കല്യാണം കഴിക്കുന്നതാണ്. അതും സ്വർഗത്തിലാകുന്നു. 1,24,000 അമ്പിയാക്കൾ ദുനിയാവിൽ വന്നതില് ഈസാ നബി അലൈഹിസ്സലാം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും കല്യാണം കഴിച്ചിട്ടുണ്ട്. അമ്പിയാക്കൾ ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് സൂറത്തു യാസീനിലെ അല്ലാഹു സ്വർഗം പരിചയപ്പെടുത്തിയപ്പോൾ ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ മരത്തിന്റെ താഴ്ഭാഗത്ത് കട്ടിലിൽ ചെരിഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിവാഹം സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. സൂറത്ത് യാസീൻ അത് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തേക്കുള്ളതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ മനസ്സിലാക്കാത്തതാണ് എന്തിനാപ്പം ഇത്ര ഇടങ്ങാറാണെന്ന് തോന്നുന്നതിൻ്റെ കാരണം. ഞാൻ എന്തിനാപ്പം അങ്ങനെ ചോര നീരാക്കി അധ്വാനിക്കണമെന്നൊക്കെ തോന്നും നമുക്ക്. എന്താ തോന്നാൻ കാരണം? സ്വർഗത്തേക്കുള്ളതാണെന്ന് തോന്നാത്തതുകൊണ്ടാണ്. വൈവാഹിക ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും സ്വർഗത്തിൽ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്നാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു ഷഹീദാവുമ്പോൾ മുൻവശത്ത് മാത്രം 90-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. മുന്നിൽ മാത്രം. അങ്ങനത്തെ 100 ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ സ്ത്രീക്കുണ്ടായിരിക്കുമെന്നാണ്. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു, അതിൽ അവനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുമെന്നാണ്. ഭാര്യ ഭർത്തൃബന്ധം ശരിയാവണമെങ്കിൽ എന്തിനാണ് എന്ന ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം. ഒരിക്കലും വൈവാഹിക ജീവിതം എന്നത് ദുനിയാവിലേക്കുള്ളതല്ല. വൈവാഹിക ജീവിതം എന്നത് ആഖിറത്തിലേക്കുള്ളതാണ്. അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം. ഇനിയൊരു ബന്ധമുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട്. അതിനെ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയും. ഗുരുക്കന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം. മനുഷ്യനെ ഗുരുനാഥനോട് വലിയ ബന്ധമാണെന്നാണ്. ഗുരുവിനെ ബഹുമാനിക്കാത്ത ആൾക്ക് 3 പരാജയം ഉണ്ടാവുന്നതാണ്. ഗുരുനാഥനെ, ഏത് ഗുരുനാഥനാണെങ്കിലും കേട്ടോ, ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളാണെങ്കിലും ശരി, കണക്ക് പഠിപ്പിച്ച ആളാണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി, അമുസ്ലിം ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഗുരുനാഥനെ നിന്ദിച്ചാൽ 3 ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ്. ഒന്നാമത്തെ ബുദ്ധിമുട്ട്, അവനിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടുമെന്നാണ്. ഏത് ഗുരുവിനെ നിന്ദിച്ചാലും അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും. ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്നു, ഓനെ നമ്മൾ ചേനത്തലയാന്ന് വിളിച്ചു. ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്നാൽ അവൻ കഷണ്ടിയായിരുന്നു. എന്നാൽ അവനിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആവശ്യം വരുന്ന നേരത്തെ ബ്രേക്ക് ഔട്ടാൻ മറക്കും, വണ്ടിനെ അരിച്ചലക്കി ആടും. അതന്നെ ഗുരുവിനെ നിന്ദിക്കുന്നവന് അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരമില്ലാതെയാവും. ഒന്നാമത്തെ കാര്യം അതാണ്. ഏത് ഗുരുവിനാണെങ്കിലും, ഏത് അധ്യാപകനെ ആണെങ്കിലും, ഏത് ഗുരുനാഥനെ ആണെങ്കിലും, സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, കമ്പ്യൂട്ടർ പഠിപ്പിച്ച ആളാണെങ്കിലും, നമുക്ക് പിന്നെ
പിന്നെ കരാട്ട പഠിപ്പിച്ച ആളാണെങ്കിലും കന്നൂട്ടാൻ പഠിപ്പിച്ച ആളാണെങ്കിലും തെങ്ങ് തുറക്കാൻ പഠിപ്പിച്ച ആളാണെങ്കിലും കൃഷി പഠിപ്പിച്ച ആളാണെങ്കിലും ആരാണെങ്കിലും ഗുരുവിനെ നിന്ദിച്ചാൽ അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും. ഒന്ന്. രണ്ടാമത്തേത് ഫൗത്തു റിസ്ഖാണ്. ഭക്ഷണം തടയപ്പെടും. ഗുരുവിനെ നിന്ദിച്ചവന് ഒജീനം മുട്ടും, തിന്നല്ലാതാവും. ഗുരുവിനെ നിന്ദിച്ചവന് ഭക്ഷണം കടമായി വരും. എന്ത് കടായാലും ഭക്ഷണം കടാവാൻ പാടില്ലല്ലോ. ശരിക്ക് തുണികുപ്പായം കടാണെന്ന് വെക്കുക, പെരപ്പണി കഴിഞ്ഞാൽ കുറേ കടണ്ട്, മകളെ കെട്ടിച്ചതിൽ കുറേ കടണ്ട്, ഒക്കെ സമ്മതിക്കാം. ഭക്ഷണം കടായ പ്രശ്നമല്ലേ, തിന്നണ കടായാൽ. എന്നാൽ ഗുരുവിനെ നിന്ദിച്ചവൻ്റെ ഭക്ഷണം കടാവും. ഒജീനം തടയപ്പെടും, ഭക്ഷണം തടയപ്പെടും. അതിനാണ് ഫൗത്തു റിസ്ഖ് എന്ന് പറയുന്നത്. ഓൻ എവിടെ പോയിട്ടും നേരാവില്ല. അവൻ കുവൈത്ത് പോയിട്ടും കാര്യമില്ല, ഖത്തർ പോയിട്ടും കാര്യമില്ല, ബഹ്റൈനിൽ പോയിട്ടും കാര്യമില്ല, നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടും കാര്യമില്ല, ജ്വല്ലറി ആയിട്ടും കാര്യമില്ല, കണ്ണടപ്പൊടി ആയിട്ടും കാര്യമില്ല, എന്തായിട്ടും കാര്യമില്ല. ഗുരുവിനെ നിസ്സാരമാക്കിയവൻ്റെ ഒജീനം തടയപ്പെടും, ഭക്ഷണം തടയപ്പെടും. 3. സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയാവും. ഗുരുവിനെ നിസ്സാരമാക്കിയവൻ്റെ അന്ത്യം ചീത്തയാവും. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഗുരുനാഥന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. എല്ലാ ഗുരുനാഥന്മാരെയും